നമസ്കാരം. ഒരു പൊതിച്ചോറിൻ്റെ വില 15 ലക്ഷം രൂപ. എവിടെയാണ് ഈ പൊതിച്ചോറെന്ന് ആരും ഞെട്ടുമൊന്നും വേണ്ട. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ പറഞ്ഞപ്പം അയാൾ പറഞ്ഞൊരു വാചകമാണ്, ഒരു പൊതിച്ചോറിൻ്റെ വില 15 ലക്ഷം രൂപയാണ്. ഈ വ്യക്തി ഗൾഫിൽ ഒരു ഹോട്ടൽ നടത്തുന്നൊരു മനുഷ്യനാണ്. ഇയാൾക്ക് വന്ന ഒരു ദിവസത്തെ ഒരു ഓർഡർ ഒരു പൊതിച്ചോറായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ സപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാനോ ആൾക്കാർ അന്നേരം ഇല്ലാത്ത കാരണം ഈ മനുഷ്യൻ തന്നെ ഡയറക്റ്റ് കൊണ്ടുവന്ന് ഈ ഡെലിവറി ചെയ്തു. ഒരു സ്ത്രീ പൊതിച്ചോറ് ഇട്ട് വാങ്ങിച്ചു, ഇയാൾക്ക് പൈസ കൊടുത്തു. നല്ലൊരു സ്ത്രീ, നല്ലതായിട്ട് സംസാരിക്കുന്നു, മലയാളിയാണ്. ഇയാളുടെ നമ്പർ ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് പിന്നെ പല ഫുഡുകളും ഇയാളിൽ നിന്ന് വിളിച്ച് ഓർഡർ കൊടുത്തിരുന്നു. ഇയാൾ നല്ല റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ കാലക്രമേണ അവരുടെ സംസാരം നല്ലതായതുകൊണ്ടും ഇയാളുടെ പെരുമാറ്റം നല്ലതായതുകൊണ്ടും ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദം വളരെയധികം വർദ്ധിച്ചു. അങ്ങനെ ഈ സൗഹൃദം വർദ്ധിച്ച് അതൊരു വേറെ ലെവലിലേക്ക് ഒരു റിലേഷൻ ആയിപ്പോയി. എന്താ പറയുക, ഒരു വളരെ മോശമായ ഒരു രീതിയിലേക്ക് പോയി എന്ന് ഇയാൾ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ചുപോയി. ഇതിൻ്റെ ഇടയിൽ ഈ സ്ത്രീ ഇയാളോട് പല ആവശ്യങ്ങൾ പറഞ്ഞ് അവരുടെ പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അയാളുടെ ഏകദേശം 15 ലക്ഷം രൂപയോളം കൈക്കലാക്കി. ഈ പൈസയൊക്കെ തിരിച്ചു തരാം എന്ന് പറഞ്ഞാണ് മേടിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങ് റിലേഷൻ നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ എടുത്ത് കൊടുക്കും. പക്ഷേങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം 15 ലക്ഷം രൂപയോളം ഇവർ കൈക്കലാക്കി കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്വഭാവത്തിൽ പല മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഈ സ്ത്രീക്ക് പല പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലായി. മാത്രമല്ല പല ക്രിമിനൽ കാര്യങ്ങളും ഈ സ്ത്രീ ചെയ്യുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ഇയാൾക്ക് പേടിയായിപ്പോയി. അപ്പോൾ ഇവരുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇയാൾക്ക് താല്പര്യമില്ല, എന്നാൽ ഈ പൈസ തിരിച്ചു പിടിക്കുകയും വേണം. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഗൾഫിലെ ഈ രാജ്യത്തെ എൻ്റെ ജീവിതം മനസ്സിലാക്കി ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവരങ്ങ് വേറെ സ്ഥലത്തേക്ക് പോയി. ഇയാളുമായിട്ട് യാതൊരു ബന്ധവും പിന്നീട് ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ ഇയാളുടെ കയ്യിലുള്ള പൈസ പോവുകയും ചെയ്തു. ഇയാൾക്ക് കുറ്റബോധം കാരണം ഭാര്യയോട് ഉള്ളതെല്ലാം പറഞ്ഞു. ഭാര്യ നല്ലൊരു സ്ത്രീ ആയതുകൊണ്ട് അയാളുടെ തെറ്റ് ക്ഷമിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു വന്നത്, വളരെ വൈകിയ ശേഷമാണ് ഈ മനുഷ്യന് മനസ്സിലാക്കിയത് ഈ സ്ത്രീ ഇയാളെ ട്രാപ്പ് ചെയ്തതാണ്. ശാരീരികമായി ഇയാളുമായിട്ട് പല രീതിയിലുള്ള ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇയാളെ മനഃപൂർവ്വം ഫോൺ ചെയ്തും സംസാരിച്ചും ഇയാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തും ഈ ലെവലിൽ കൊണ്ടെത്തിച്ച് ഒരു റിലേഷൻ ബോണ്ട് ചെയ്തെടുത്തിട്ട് ഇവരോട് പൈസ ചോദിച്ചാണ്. അപ്പോൾ ആ ഒരു റിലേഷൻ നിൽക്കുമ്പോൾ അയാൾ പൈസ കൊടുക്കും. ഇപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ് ഇവരുടെ പോലുള്ള കൂട്ടത്തിൽ കുറേ പെണ്ണുങ്ങളുണ്ട് ഇതുപോലെ. ഇവരുടെയൊക്കെ സ്ഥിരം പരിപാടി ഇങ്ങനെയാണ്, നമ്മളുമായിട്ട് ബന്ധം പുലർത്തുക. അത് ഫാമിലി ഉള്ള ഒരു മനുഷ്യനെ ആയിരിക്കും ഇവർ കണ്ടുപിടിക്കുന്നത്. കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കും. ഈ ലെവലിലേക്ക് അവരെത്തും, റിലേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കും. ഇവരുടെ ആവശ്യങ്ങൾ നമ്മളോട് പറയുമ്പം നമ്മൾ അങ്ങോട്ട് പറയും, ഞാൻ പൈസ തരാം, നീ എന്തിനാ വിഷമിക്കുന്നത്, നീ എന്തിനാ ഗോൾഡ് പണയം വെക്കുന്നത്, അല്ല നീ എന്തിനാ ലോൺ എടുക്കുന്നത്, നമ്മൾ റെഡിയാവും. പിന്നെ ഇവരുദ്ദേശിക്കുന്ന പൈസ നമ്മളിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപ കിട്ടിയാൽ മതി. ഒരു 3 വർഷത്തിനകത്ത് ഒരു 4 പേര് 5 പേര് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ നല്ലൊരു ജോലിയുള്ള ഒരാൾക്ക് സമ്പാദിക്കാനൊക്കെ കൂടുതൽ പൈസയായി ഇത്. അപ്പോൾ അയാൾ പറയുന്ന അയാളുടെ കേസ് പറഞ്ഞാൽ ഇവർ ഭയങ്കര ക്രിമിനൽ കുറ്റത്തിന് ഒരു രീതിയിൽ ഇവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അയാളുടെ ഇപ്പോഴത്തെ ഒരു ആശ്വാസം പറഞ്ഞാൽ ഇവർ കാരണം മറ്റ് ക്രിമിനൽ കേസിലൊന്നും പെട്ടില്ലല്ലോ എന്നൊരു ഭാഗ്യം മാത്രമേ ഉള്ളൂ സാറേ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞേ, ആ സ്ത്രീ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ പല ആൾക്കാരെയും പരിചയപ്പെടും. പ്രത്യേകിച്ച് ഗൾഫിലുള്ള തന്നെ താമസിക്കുന്നതായാലും കുടുംബമായി താമസിക്കുന്ന ആൾക്കാരായാലും പല ആൾക്കാരെയും പരിചയപ്പെടുമ്പോൾ ഒരു ലിമിറ്റിനപ്പുറത്ത് നമ്മുടെ റിലേഷൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യൻ പറഞ്ഞ പോലെ ഒരു പൊതിച്ചോറിന് 15 ലക്ഷം കൊടുക്കുന്ന പോലെ തന്നെ പല കാര്യങ്ങൾക്കും ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. താങ്ക് യു.